ഇന്ന് നമുക്കൊരു ജമൈക്കൻ ക്യാരറ്റ് ജ്യൂസ് പരിചയപ്പെടാം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നമ്മൾ നല്ല വെയിലത്തു നിന്നൊക്കെ കയറി വന്നിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 ക്യാരറ്റ് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരു ഇത്തിരി നന്നായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഇത്തിരി വലിയ പീസ് ഇഞ്ചി തന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. നമ്മൾ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുള്ള ക്യാരറ്റ് ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്മൂത്തി ജാറിലേക്കോ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ പീസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ജ്യൂസാക്കിയിട്ട് എടുക്കുന്നത്. ഫ്രഷ് ജ്യൂസ് അല്ല നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ അത് നല്ല ടൈറ്റാക്കി അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് സ്ട്രെയിനറിൽ കൂടെ ഒന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരിയും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് അരിച്ച് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ അരിച്ച് എടുത്ത് വെച്ച ജ്യൂസിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. അപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവും അതിന് കേട്ടോ. പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊന്ന് നന്നായിട്ട് ഈ പഞ്ചസാര ആ ജ്യൂസിലേക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. പിന്നെ ഞാൻ ചേർത്തത് കറുത്ത കസുകസ് വെള്ളത്തിലിട്ടതാണ്. ഇത് ജമൈക്കൻ ക്യാരറ്റ് ജ്യൂസിൽ ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഓപ്ഷനായിട്ട് എൻ്റെ ചോയ്സായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. കാരണം കറുത്ത കസേഴ്സൊക്കെ ബോഡിക്ക് നല്ലതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജ്യൂസ് തയ്യാറായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് കസുകസ് ഇടണമെന്നുണ്ടെങ്കിൽ കസുകസ് ഇട്ട് കൊടുക്കാം. ഒരു ലെമണിൻ്റെ സ്ലൈസ് സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടോ നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാരറ്റിൻ്റെ ഒരു ചെറിയ മധുരം, ലെമൺ ജ്യൂസിൻ്റെ ചെറിയൊരു പുളിപ്പുണ്ട്, പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റും വരും. ഒക്കെ ഒരു മിക്സായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ജ്യൂസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.